നമസ്കാരം. പ്രധാന വാർത്തകൾ. യുവനടിക്കെതിരെ പീഡനക്കേസ്. ഒമർ ലുലുവിന് ഇടക്കാല ജാമ്യം. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കണം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജൂൺ 6-ന് വിശദമായ വാദം കേൾക്കും. നടിയുമായി ഉണ്ടായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമാണെന്നാണ് ഒമർ ലുലു ഹൈക്കോടതിയെ അറിയിച്ചത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഒമർ ലുലു നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് നടിയുടെ പരാതി. കേസിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കേസിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് ഒമർ ലുലു പ്രതികരിച്ചത്. പത്തനംതിട്ടയിൽ KSRTC ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മുണ്ടക്കയം സ്വദേശിയായ രവികുമാറാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. പത്തനംതിട്ട ആങ്ങാമൂഴി ചെയിൻ സർവീസിലെ ഡ്രൈവറാണ് രവികുമാർ. ദീർഘകാലമായി KSRTCയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. കുഴഞ്ഞു വീണ രവികുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് കാലവർഷമെത്തി. മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ ജൂൺ 1-നാണ് കേരളത്തിൽ കാലവർഷം എത്തുന്നത്. ഇത്തവണ നേരത്തെയാണ് കാലവർഷം എത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിന് ചുമതലയുള്ള ദേശീയ NSUI നേതാവ് കൊല്ലപ്പെട്ട നിലയിൽ. ദേഹമാസകലം പരിക്ക്. കേരളത്തിന്റെ ചുമതലയുള്ള NSUI ജനറൽ സെക്രട്ടറിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശീയ സെക്രട്ടറി രാജ് സമ്പത്ത് കുമാറാണ് മരിച്ചത്. ആന്ധ്രയിലെ ധർമ്മവാരത്തിനടുത്ത് ഒരു തടാകത്തിന്റെ കരയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദേഹമാസകലം പരിക്കേറ്റ നിലയിലാണ് മൃതദേഹം. ഭൂമി ഇടപാടും വ്യക്തിവൈരാഗ്യവും മൂലം കൊലപ്പെടുത്തിയതാണെന്നാണ് സംശയം. നെയ്യാർ ഡാമിൽ കൂട്ടേഴി നടന്ന വിവാദ KSU ക്യാമ്പിൽ രാജസമ്പത്ത് കുമാറും പങ്കെടുത്തിരുന്നു. KSU ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ന് കേരളത്തിൽ എത്താനിരുന്നതാണ് രാജ്കുമാർ സമ്പത്ത്. വിഷുബമ്പർ 1-ാം സമ്മാന ജേതാവിനെ കണ്ടെത്തി. ആലപ്പുഴക്കാരൻ. ആലപ്പുഴ പഴവീട് പ്ലാമ്പറമ്പിൽ വിശ്വംഭരനാണ് ജേതാവ്. സമ്മാനത്തുക കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും വാർത്തയറിഞ്ഞുടൻ ആളുകൾ എത്തുമോയെന്ന് പേടിയെന്നും വിശ്വംഭരൻ പറഞ്ഞു. VC 490 987 എന്ന നമ്പറിനാണ് 1-ാം സമ്മാനം അടിച്ചത്. സ്ഥിരമായി ലോട്ടറി എടുക്കാറുണ്ടെന്നും വിശ്വംഭരൻ പറഞ്ഞു. 5,000 രൂപയുടെ മറ്റൊരു സമ്മാനവും എടുത്ത വേറൊരു ടിക്കറ്റിന് ലഭിച്ചിട്ടുണ്ട്.